നമസ്കാരം, ഏവർക്കും ഗുരുപദം ടി-വിയിലെ ഗുരുമാർഗ പ്രണയതാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ കോട്ടയം ജില്ലയിൽ ആദ്യമായി പ്രതിഷ്ഠ നിർവഹിച്ച കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തെക്കുറിച്ചാണ്. നിരവധി ചരിത്രഗതിയിലൂടെ കടന്ന് ഇന്ന് കോട്ടയം ജില്ലയിലെ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നായി മാറിയ കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. शम्भुतनूजं सत्यमनाधारं जगदाधारं ज्ञाननिरन्तरलोकगुणातीतं गुरुणातीतं वल्लीवत्सलभृङ्गारण्यकतारुण्यं वरकारुण्यं सेनासारमुदारं प्रणमददेवेशं गुहमावेशम्. समर्च्यं भक्तजनादित्यं वरुणादित्यं भावाभावजगत्त्रयरूपमधारूपं चितसारूपं नानाभुवनसमाधेयं विनुतादेयं वरराधेयं केयूरागनिशङ्कं प्रणमददेवेशं गुहमावेशम्. പ്രിയ പ്രേക്ഷകർക്ക് ഗുരുപദം ടി-വിയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഗുരുമാർഗ പ്രണയതാരം എന്ന പേരിൽ മഹാഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ക്ഷേത്രങ്ങളിലൂടെ നാം നടത്തുന്ന ഈ തീർത്ഥയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ സാമുദ്രപാദങ്ങൾ ആദ്യമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്ര സന്നിധിയിലാണ്. മഹാഗുരുവിൻ്റേതായി തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ 5 ക്ഷേത്രങ്ങൾ കോട്ടയം ജില്ലയിലുണ്ടെങ്കിലും SNDP യോഗത്തിൻ്റെ സ്ഥാപന കാലത്ത് തന്നെ തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിച്ച കുമരകം ശ്രീ കുമാരമംഗലമാണ് ഇതിൽ ആദ്യ ക്ഷേത്രമായി ഉള്ളത്. സാമുദ്രപാദങ്ങൾ കുമരകത്ത് വരുവാനും ഇവിടെ ഈ ക്ഷേത്രം ഉണ്ടാകുവാനും ഒരുപാട് ചരിത്രഗതികൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഉണ്ട്. കുമരകത്തുള്ള പ്രമാണിമാരായിട്ടുള്ള ആളുകൾ മഹാഗുരുവിനെക്കുറിച്ച് കേട്ടറിവുള്ളവരും സാമുദ്രപാദങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നവരും ആയിരുന്നു. അതിൽ ഒരു 7ഓളം കുടുംബക്കാർ സംഘടിച്ച് കൂട്ടായി വ്രതമെടുത്ത് ഇവിടെ നിന്നും ഒരു വള്ളത്തിൽ അവർ സാമുദ്രപാദങ്ങളെ തേടി യാത്രയാകുന്നു. തൃപ്പാദങ്ങൾ ആ സമയത്ത് അരുവിപ്പുറത്താണ് ഉള്ളത്. ചില ചരിത്ര പുസ്തകങ്ങളിൽ ഇവർ വർക്കലിലെത്തിയപ്പോൾ സ്വാമി ഇപ്പോൾ ഇവിടെയില്ല, സ്വാമി ഇപ്പോൾ അരുവിപ്പുറത്താണ് ഉള്ളത് എന്ന് നാട്ടുകാർ പറഞ്ഞതിന് പ്രകാരം അവർ ഭൃത്യരെ കൂടെയുള്ള ജോലിക്കാരെയൊക്കെ വള്ളത്തിൽ ഇരുത്തിയ ശേഷം അവർ കാൽനടയായി അരുവിപ്പുറത്ത് എത്തിയെന്നാണ് ചരിത്രം. അരുവിപ്പുറത്തെത്തി കുളി കഴിഞ്ഞ് വിശ്രമിച്ച് അവർ മഹാഗുരുവിനെ ചെന്ന് നമസ്കരിക്കുമ്പോൾ തൃപ്പാദങ്ങൾ വളരെ കൗതുകപൂർവ്വം എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നു. അവർ തൊഴുതുകൊണ്ട് സ്വാമി കുമരകത്തുകാരാണ് ഞങ്ങൾ എന്ന് പറയുന്നു. തൃപ്പാദങ്ങളപ്പോൾ വളരെ താല്പര്യപൂർവ്വം ഓ കുമരകത്തുകാരാണോ, വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കേ കരയിൽ ഉള്ളവരല്ലേ എന്ന് ചോദിക്കുന്നു. ചിരിച്ചുകൊണ്ട് ഭഗവാന്റെ ഒരു മറുപടിയുണ്ട്, മത്സ്യവും കപ്പയുമാണ് പ്രധാന ഭക്ഷണമല്ലേ സ്വാമി, മത്സ്യബന്ധനവും കപ്പ കൃഷിയും മറ്റു കൃഷിയുമൊക്കെയാണ് സ്വാമി ഉപജീവന മാർഗമെന്ന് പറയുന്നു. കുമരകത്തിൻ്റെ എന്താണ് വളരെ ശോച്യമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. കുമരകമെന്ന് പറയുന്നത് അന്ന് ആലപ്പുഴയ്ക്ക് കിഴക്ക് വേമ്പനാട്ട് കായലിൻ്റെ കിഴക്കേ കരയിൽ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായുള്ള ഒരു ദ്വീപായിരുന്നു. എല്ലാ ഭാഗത്തും വലിയ കായലും പുഴകൾക്കും നടുവിലുള്ള ഒരു ദ്വീപായിരുന്നു കുമരകം. ഈഴവരായ ജനത തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായിരുന്നു കുമരകം. ഈ നാടിൻ്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുമൊക്കെ ഇവർ പറയുമ്പോൾ ഗുരുവിൻ്റെ ഒരു മറുപടിയുണ്ട്. നിങ്ങളവിടെ നിങ്ങളുടെ നാട്ടിൽ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിക്കണം. നാട്ടാശാന്മാരെ വിളിച്ച് വരുത്തി ഇരുത്തി
കുഞ്ഞുങ്ങളെ വിദ്യ അഭ്യസിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. എല്ലാം കേട്ട് ആവേശഭരിതരായ അവർ ഗുരുവിനെ തൃപ്പാദങ്ങൾ അടിയങ്ങളുടെ ഗ്രാമത്തിലേക്ക്, അടിയങ്ങളുടെ നാട്ടിലേക്ക്, കുമരകത്തേക്ക് എഴുന്നള്ളാമോ സ്വാമി എന്ന് ചോദിക്കുന്നു. ഗുരുവിൻ്റെ പെട്ടെന്നുള്ളൊരു ചോദ്യമുണ്ട് അവരോട്. നിങ്ങളുടെ നാട്ടിൽ നാം വന്നാൽ നാം എവിടെ ഇരിക്കും? നാം എവിടെ ഇരിക്കും? ഗുരുവിൻ്റെ ആ ഒരു ചോദ്യമാണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രവിധാനവും കുമരകത്തെ സ്കൂളുകളും അടക്കം പ്രൗഢഗംഭീരവും അഭിമാനപ്രദവുമായ ഈ ഒരു സ്ഥാപനങ്ങളുടെ സംസ്ഥാപനത്തിൻ്റെ തുടക്കം. നാം അവിടെ വന്നാൽ എവിടെ ഇരിക്കും? അരുവിപ്പുറത്തു നിന്നുമുള്ള മടക്കയാത്രയിൽ വർക്കല വരെ എത്തിയപ്പോഴും അവിടെ നിന്നും വള്ളത്തിൽ തിരികെ കുമരകത്തേക്കുള്ള യാത്രയിലും ഇവർ ചിന്തിച്ചത് ഇതൊന്നു മാത്രമായിരുന്നു. സാമതൃപ്പാദങ്ങൾ കുമരകത്ത് വന്നാൽ ഭഗവാനെ എവിടെ ഇരുത്തും? അവരാദ്യം തീരുമാനിച്ചത് തൃപ്പാദങ്ങൾ വള്ളത്തിൽ വരുമ്പോൾ ഭഗവാനെ നടത്താൻ സാധിക്കുകയില്ല. അധികം നടത്താതെ പെട്ടെന്ന് ഗുരുവിന് വിശ്രമിക്കുവാൻ ഒരിടം വേണം. നമുക്ക് മുന്നിൽ കാണുന്ന ഈ പുഴയിലൂടെയാണ് സാമതൃപ്പാദങ്ങൾ അന്ന് വള്ളത്തിൽ വന്നത്. നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞ തൊട്ടപ്പുറത്തുള്ള ആ ഭജനമഠം അവർ അന്ന് നിർമ്മിച്ചതാണ്. ഇവിടെയുള്ള പല ആളുകളെയും സമീപിച്ച് തെങ്ങും കവുങ്ങും ഓലയും അടക്കമുള്ള സാധന സാമഗ്രികൾ എല്ലാവരും വഴിപാടായി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെയുള്ള ചൂരപ്പറമ്പൻ എന്ന് പറയുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കൊപ്രക്കളവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം അവർ വിട്ടുകൊടുക്കുകയും അവിടെ സാമതൃപ്പാദങ്ങൾക്ക് ഇരിക്കുവാൻ ഒരു ഭജനമഠം സ്ഥാപിക്കുകയും ചെയ്തു. ആ ഭജനമഠം 100 വർഷത്തിലേറെ പഴക്കം കഴിഞ്ഞപ്പോൾ അത് കാലപ്പഴക്കത്താൽ ജീർണിച്ചതുകൊണ്ട് ഈ അടുത്ത കാലത്ത് അത് പുനർനിർമ്മിക്കുകയുണ്ടായി. അവിടെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളും പ്രവർത്തിക്കുന്നുമുണ്ട്. മഹാഗുരു ഇവിടെ വന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം അവരുടെ സ്തൂപങ്ങളായി ശില്പങ്ങളിലൂടെ അവരത് ആലേഖനം ചെയ്ത് വെച്ചിട്ടുമുണ്ട്. മനോഹരമായ ദൃശ്യം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ഭജനമഠത്തിലാണ് സാമതൃപ്പാദങ്ങൾ വന്ന് ഇറങ്ങിയത്. തൃപ്പാദങ്ങൾ ഇവിടേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് രസകരമായ ചരിത്രവുമുണ്ട്. കുമരകത്തുകാർ മഹാഗുരുവിനെ, അവരുടെ പരമദൈവത്തെ ഈ മണ്ണിലേക്ക് സ്വീകരിക്കുവാനായി വലിയ ചുരുളൻ വള്ളത്തിൽ അകമ്പടി വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ ആഘോഷമായി കൊട്ടും കുരവയുമായി ഭഗവാനെ എതിരേൽക്കാൻ പോയപ്പോൾ സ്വാമിയെ കാണുന്നില്ല. സ്വാമിയെ കാണാതെ അവർ പരിഭ്രമിക്കുമ്പോൾ സ്വാമി സ്വതവേ ഭഗവാന്റെ ഒരു രീതി അതാണല്ലോ, ആർഭാടങ്ങളിൽ നിന്നും അകന്ന് അവർ തയ്യാറാക്കി വച്ചിരുന്ന ഈ മണ്ഡപത്തിൽ ഭഗവാൻ വന്നിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സ്വാമി ഇവിടെ ഉണ്ട് എന്ന് വിളിച്ചുകൂവി എല്ലാവരും ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വരികയാണ് ഉണ്ടായത്. ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ഇവിടുത്തെ ഭക്തന്മാർ കണ്ണീർ വാർക്കുകയാണ്. പക്ഷെ ഇന്നും കുമരകത്തുകാർ ആ ഒരു ആഘോഷം മറന്നിട്ടില്ല. എല്ലാ വർഷവും ചതയദിനത്തിന് കുമരകത്തൊരു വള്ളംകളിയുണ്ട്. ഗുരുവിനെ എതിരേൽക്കുവാനായി അവരെന്ന് കൊട്ടും കുരവയും ആഘോഷങ്ങളുമായി അകമ്പടി വള്ളങ്ങളോടുകൂടി വളവര വെച്ച വള്ളത്തിൽ, അലങ്കരിച്ച വള്ളത്തിൽ പോയ ആ ഒരു ഓർമ്മ ഇന്നും കുമരകത്തുകാർ പ്രതീകാത്മകമായി അത് നടത്തുന്നുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവ ജയന്തി വള്ളംകളി എന്നതിന് പേരുമുണ്ട്. പുകൾ പറ്റതാണത്. അങ്ങനെ ഭഗവാൻ ഇവിടെ വന്ന് ഇരിക്കുന്നു. സ്വാമി കുറേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. തൃപ്പാദങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് അന്ന് തന്നെ കുറച്ച് കുട്ടികളെ ഇവിടെ ഇരുത്തി ചെറുതായി അക്ഷരമൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചിരുന്നു എന്നാണ് ചരിത്രം. ഇതുമായി ബന്ധപ്പെട്ട ചില ചരിത്രരേഖകളിൽ ഭഗവാൻ ആ മഠത്തിൽ വന്നിറങ്ങിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില പഠിക്കുവാൻ വരുന്ന കുഞ്ഞുങ്ങളെ തോട്ടിലിറക്കി കുളിപ്പിച്ച് ഭഗവാന്റെ മുൻപിൽ കീർത്തനം ചൊല്ലിച്ചു എന്ന് പോലും ചില ചരിത്രകാരന്മാർ എഴുതുമ്പോൾ കുമരകംകാർ എത്ര പ്രാധാന്യത്തോടുകൂടി ഗുരുവിൻ്റെ ആ വചനം നെഞ്ചിലേറ്റി അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്ന് കാണാവുന്നതാണ്. തൃപ്പാദങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഭജനമഠത്തിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ആ രീതിയിൽ ഭഗവാൻ ഈ മണ്ണിൽ വന്ന് ഇറങ്ങുന്നു. തൃപ്പാദങ്ങൾ പെട്ടെന്ന് പ്രധാന പ്രവർത്തകരെ വിളിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്, നമുക്കിവിടെ ഒരു കോവിൽ നിർമ്മിച്ചുകൂടെ? ഒന്നും ശബ്ദിക്കുവാനാവാതെ അവർ നിശബ്ദരായിരിക്കുമ്പോൾ തൃപ്പാദങ്ങൾ ഒന്നുകൂടി അതിനെ ലളിതമാക്കി പറയുകയാണ്, നമുക്കിവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചാലോ, നിങ്ങൾക്ക് ആരാധനയ്ക്കായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈഴവ പ്രമാണിമാരിൽ ഏറ്റവും മുതിർന്ന ഒരാൾ പറയുന്നുണ്ട്, അടിയങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, എല്ലാം അവിടുത്തെ തിരുവുള്ളം പോലെ. അതാണ് കുമരകത്തുകാരുടെ ഗുരുവിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. പിന്നീടെല്ലാം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് നടക്കുന്നത്. തൃപ്പാദങ്ങൾ അവരോട് പറയുന്നു, നമുക്ക് ഒരു കല്ലാശാരിയും ഒരു മരയാശാരിയും ഒരു തട്ടാനയും ആവശ്യമുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ അവരൊരു മരയാശാരിയെയും ഒരു കല്ലാശാരിയെയും ഒരു തട്ടാനയും ആ മഠത്തിൽ ഗുരുവിൻ്റെ മുൻപിൽ എത്തിക്കുന്നു. സ്വാമി കല്ലാശാരിയോട് പറയുന്നു, നമുക്ക് കല്ലിൽ ഒരു ചിത്രകൂടം നിർമ്മിച്ച് നൽകണം. മരയാശാരിയോട് പറയുന്നു, നിങ്ങൾ പ്ലാവിൻ്റെ തടി കൊണ്ട് ഒരു പീഠം നിർമ്മിച്ച് നൽകണം. തട്ടാനോട് പറയുന്നു, വെള്ളി കൊണ്ട് ഒരു വേലും നിർമ്മിക്കണം.
എല്ലാം ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാവുന്നു. എല്ലാവരും ഈ നാടൊന്നാകെ മഹാഗുരുവിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാൻ അങ്ങ് സമർപ്പിതമായി അവർ വേലകൾ ചെയ്യുകയായിരുന്നു. എല്ലാം കൃത്യമായി തയ്യാറായി. സാമുദ്രപാദങ്ങൾ കൃത്യമായി സ്ഥാനം നിർണ്ണയിച്ചു. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചരിത്രം കൂടി ചില പുസ്തകങ്ങളിൽ കാണാം. സാമുദ്രപാദങ്ങളോടൊപ്പം അന്ന് പപ്പു ശാന്തി എന്നൊരാളുണ്ടായിരുന്നു. അരുവിപ്പുറത്തെ പാചക കാര്യങ്ങളൊക്കെ നോക്കുന്ന, അരുവിപ്പുറത്തെ മേൽശാന്തിയായിരുന്ന ഭൈരവൻ ശാന്തിയുടെ ഒരു സഹചാരി കൂടിയായിരുന്നു ഈ പപ്പു ശാന്തി. അദ്ദേഹത്തോട് സാമുദ്രപാദങ്ങൾ പറയുന്നൊരു വചനമായി ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാം. പപ്പു, നമ്മുടെ ബാഗിൽ ഒരു തുകൽ ബാഗെന്ന് ഗുരു പറഞ്ഞുവെന്നാണ് ഒരു ചിത്രമുണ്ട്. ആ ചിത്രം എടുത്തുകൊണ്ട് വരൂ. സാമുദ്രപാദങ്ങളുടെ കയ്യിൽ ഒരു മുരുക ഭഗവാന്റെ ചിത്രം എടുത്തു കൊടുക്കുന്നു. നന്നായി തുടച്ച് വൃത്തിയാക്കി ആ ചിത്രം നെഞ്ചോട് ചേർത്ത് തൃപ്പാദങ്ങൾ ഈ മഠത്തിൽ ഏറെ നേരം നിന്നു എന്നാണ് ചരിത്രം. അതിനുശേഷം നേരത്തെ നിർമ്മിച്ചിരുന്ന കല്ലുകൊണ്ടുള്ള ചിത്രകൂടം, ആ പ്ലാവ് കൊണ്ടുള്ള പീഠം, അതെല്ലാം കൃത്യമായി കണക്ക് വെച്ച് ഭഗവാൻ വേലിവിടെ പ്രതിഷ്ഠിക്കുന്നു. അതാണ് കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിൻ്റെ ബേസ്മെൻ്റ് ആയിട്ടുള്ള, ആധാരമായിട്ടുള്ള പ്രതിഷ്ഠ. അത് പിൽക്കാലത്ത് അതിപ്പോൾ ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ വിഗ്രഹമായി മാറ്റിയിട്ടുണ്ട്. സാമുദ്രപാദങ്ങൾ പ്രതിഷ്ഠിച്ച ആ പീഠവും വേലും എല്ലാം പരിപാവനമായി ഇന്നും ഈ കുമാരമംഗലം ക്ഷേത്രത്തിൽ ഉണ്ട് എന്നതും നമുക്ക് ഏറെ സന്തോഷകരമാണ്. ഈ ക്ഷേത്രത്തിൻ്റെയും ഈ മണ്ണിൻ്റെയും ചൈതന്യവും അത് തന്നെയാണ്. ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ വിഗ്രഹത്തിൽ, ആ ബാലമുരുക സങ്കല്പത്തിലുള്ള വേൽ പ്രതിഷ്ഠ നോക്കി സാമുദ്രപാദങ്ങൾ എല്ലാ ജനങ്ങളെയും നോക്കി ഗുരുവിൻ്റെ ഒരു വചനമുണ്ട്. ഇന്ന് കുമരകത്തിൻ്റെ ചൈതന്യം ആ വചനം ഒന്ന് മാത്രമാണ്. കുമരകത്തുകാർ പാവങ്ങളാണ്. കുമരകക്കാർക്ക് കുമാരൻ മതി. അവർക്കെല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് വേമ്പനാട്ട് കായലിൻ്റെ ഒരറ്റത്തൊരു തുരുത്തായി കിടന്ന കുമരകമാണോ ഇന്നത്തെ കുമരകം? വേൾഡ് ടൂറിസം മാപ്പിൽ ആദ്യ ഒരു 50 സ്ഥാനങ്ങളിലൊന്നായി നാം എണ്ണിയാൽ അതിലൊന്നായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടൂറിസം ഹബ്ബായി ഇന്ന് കുമരകം വളർന്നിരിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലും പ്രധാനമന്ത്രിയുടെ ഒഴിവുകാലം ആഘോഷിക്കുവാൻ കുമരകം തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, ബ്രിട്ടീഷ് വെയിൽസ് രാജകുടുംബത്തിൽ അംഗങ്ങൾ പോലും വന്നുവെന്ന് പറയുമ്പോൾ, നോക്കൂ, ശ്രീലങ്കൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വന്നുവെന്ന് പറയുമ്പോൾ, ലോകത്തിലെ പ്രശസ്ത സ്പോർട്സ് താരങ്ങൾ അടക്കമുള്ള ആളുകൾ കുമരകത്ത് വിശ്രമിക്കാൻ വരുന്നുവെന്ന് പറയുമ്പോൾ, 100 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ കുമരകമാണോ ഇന്നത്തെ കുമരകം? കുമരകത്തുകാർക്ക് എല്ലാം ഉണ്ടാകും എന്ന് ഗുരു പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥസമ്പുഷ്ടത നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഗുരുവിൻ്റെ പ്രേരണയാൽ അന്ന് ആരംഭിച്ച ആ കുടിപ്പള്ളിക്കൂടമാണ് ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും പേരും പ്രശസ്തിയുമുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്ന കുമരകം SKM ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ. ഒരു ചെറിയ നഴ്സറി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റായി ഇവിടം വളർന്നിരിക്കുന്നു എന്നതും നമുക്ക് അഭിമാനകരമാണ്. ഏതാണ്ട് 1 കോടിയിലേറെ രൂപ മുതൽ മുടക്കുള്ള തങ്കരഥം ഈ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ട്. കുമരകത്തും പരിസരത്തുമുള്ള വിവിധ SNDP ശാഖായോഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ ഉത്സവങ്ങളും മറ്റും എല്ലാം. ശ്രീ കുമാരമംഗലം ക്ഷേത്ര സന്നിധിയിലെത്തുന്ന നാം ഏറെ പ്രാധാന്യത്തോടുകൂടി ഓർക്കേണ്ട മറ്റൊരു നാമധേയമുണ്ട്. കുമരകം മൃത്യുഞ്ജയൻ തന്ത്രി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിവഗിരിയിലെ വൈദിക മഠം കുട്ടികളെ സാമുദ്രപാദങ്ങൾ തിരഞ്ഞെടുത്ത് വൈദിക താന്ത്രിക പൂജാതി വിധികൾ സാമുദ്രപാദങ്ങൾ നേരിട്ട് ശങ്കരൻ പരദേശി സ്വാമികളുടെ മുഖ്യ ശിക്ഷണത്തിൽ അഭ്യസിപ്പിക്കുവാൻ ഭഗവാൻ ആരംഭിച്ച ശിവഗിരിയിലെ സ്ഥാപനമാണ് പിൽക്കാലത്ത് ഭഗവാന്റെ സമാധി സ്ഥാനമായിട്ടുള്ള, സമാധി അടഞ്ഞ മുറി ഉൾപ്പെടുന്ന വൈദിക മഠം. 1906 തന്നെ സാമുദ്രപാദങ്ങൾ ആരംഭിച്ചതാണ്. ആ വൈദിക മഠത്തിൽ ഗുരു ആദ്യമായി തിരഞ്ഞെടുത്ത് പഠിപ്പിച്ചത് 5 യുവാക്കളെയാണ്. ആ 5 യുവാക്കളുടെ പിന്മുറക്കാരാണ് ഇന്ന് ലോകത്താകമാനം കാണുന്ന ശ്രീനാരായണ കുലത്തിലെ ശാന്തിമാർ, വൈദികന്മാർ, തന്ത്രിമാർ എല്ലാവരും തന്നെ. ആ 5 പേരിൽ ആദ്യ 5 പേരിൽ ഒരാൾ കുമരകംകാരനാണ് എന്നത് ഏറെ അഭിമാനകരമാണ്. ആ വ്യക്തിയാണ് കുമരകം ശ്രീ മൃത്യുഞ്ജയൻ തന്ത്രി. ഈ ക്ഷേത്രത്തിൽ ദീർഘകാലം വൈദികനായും തന്ത്രിയായും കേരളത്തിലെ പെരുമയേറ്റ തന്ത്രിമുഖ്യനായും വിരാജിച്ച മൃത്യുഞ്ജയൻ തന്ത്രിയുടെ സമാധി പീഠവും ഈ ക്ഷേത്ര സന്നിധിയിൽ ഉണ്ട് എന്നത് സന്തോഷകരവും അഭിമാനകരവുമായി നാം വരേണ്ടതാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തന്മാരും അവിടെ നമസ്കരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. അങ്ങനെ ഏത് രീതിയിൽ നാം നോക്കിയാലും ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠ ചരിത്രത്തിൽ എണ്ണം പറഞ്ഞ ഒരു ക്ഷേത്രമാണ് ശ്രീ കുമാരമംഗലം കുമരകം. माया शृङ्खलबन्धविहीन मनादि
महाकायं भक्तत्राणनशक्त्यायुक्त मनोद्युक्तं प्रणयासक्तं सुब्रह्मण्यमरण्यं प्रणमददेवेशं ഗുഹമാവേശം. നമസ്കാരം. വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രമാണ് കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രം. ചാതുർവർണ്ണയത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ പിടിപെട്ട് നിരാശ്രയരായ ഈ ജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനോ വഴി നടക്കുവാനോ അവസരമില്ലായിരുന്ന ആ കാലത്ത് ഈ ക്ഷേത്രം പാവപ്പെട്ടവരുടെ കൈത്താങ്ങായി നിലകൊള്ളുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ പൂർവ്വസൂരികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ക്ഷേത്രം പല പല വികസന പ്രവർത്തനങ്ങളും നടത്തുകയും ഇന്ന് വളർന്നു പന്തലിച്ച് കോട്ടയത്തിൻ്റെ തന്നെയല്ല വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വരെ ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി എത്തുകയും ക്ഷേത്രം അതിപുരോഗതിയുടെ മാർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് അരുളി ചെയ്ത വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ആഗ്രഹപ്രകാരം വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മളുടെ ഭരണസമിതി, അന്നത്തെ ഭരണസമിതി നിലകൊള്ളുകയും 1964 ബഹുമാന്യനായ ആർ ശങ്കറിൻ്റെ കടാക്ഷം കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിച്ചു കിട്ടുകയുണ്ടായി. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് വളർന്നു പന്തലിച്ച് ഹയർ സെക്കൻഡറി വരെയായി കുമരകത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യാപീഠമായി നിലകൊള്ളുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന ഗുരുദേവൻ്റെ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരു CBSE സ്കൂൾ തുടങ്ങുകയും അതും ഇന്ന് +2 വരെയുള്ള കുട്ടികൾക്ക് പഠന സൗകര്യങ്ങളേകുന്നു. എല്ലാവിധത്തിലും വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ ക്ഷേത്രം കഴിഞ്ഞ സ്കന്ദഷഷ്ഠി, ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സ്കന്ദഷഷ്ഠി അഭൂതപൂർവമായ തിരക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയായ ആൾക്കാർ കോട്ടയത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും നമുക്ക് നൽകി നമ്മളുടെ സ്കൂളിന് എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും നമ്മുടെ സ്കൂളും നമ്മളുടെ നാടും കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണം. വിദ്യയാണ് പ്രധാനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ, സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന ഗുരുദേവൻ്റെ ആപ്തവാക്യം ഒരിക്കൽ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നേറാം, ഒന്നായി മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ശ്രീമത് സുന്ദരകായം ശിഷ്ടജനാസേവ്യം സുജടാസേവ്യം സേവാതുഷ്ടസമർപ്പിതസൂത്രമഹാസത്രം നിജഷഡ്വക്രം പ്രത്യധ്യാനദപാദസരോരുഹമാവാഹം ഭവഭീതാഹം നാനായോനിമയോനിം പ്രണമദദേവേശം ഗുഹമാവേശം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുമാരമംഗലം ദേവസ്വത്തിൻ്റെ സെക്രട്ടറിയാണ്. കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രവും അനുബന്ധ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ 2 വർഷക്കാലമായി. ശ്രീകുമാരമംഗലം ക്ഷേത്രത്തെയും അതിൻ്റെ ഇതര പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഒരു ചരിത്രം തന്നെ ഉണ്ട്. കുമരകത്ത് ജലമാർഗം, ആലപ്പുഴയിൽ നിന്നും ജലമാർഗം കുമരകത്തെത്തി ഗുരുദേവന് വിശ്രമം കൊള്ളാനായി പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിലിരുന്നാണ് ഇപ്പോൾ ഈ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാകർമ്മം നടത്തിയ ഒരു ക്ഷേത്രമാണ് കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം. ആ ക്ഷേത്രം നാൾക്കുനാൾ പുരോഗതിയുടെ ഒരു പാതയിലാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായി ഇതിനോടകം തന്നെ ശ്രീകുമാരമംഗലം ക്ഷേത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളെന്ന് പറയുന്നത്, ഏറ്റവും വലിയ കാര്യം നമ്മുടെ ക്ഷേത്രത്തിലെ വർഷോത്സവം തന്നെയാണ്. എല്ലാ വർഷങ്ങളിലും കൃത്യമായി ഉത്സവം
അരങ്ങേറാറുണ്ട്. 119 ഉത്സവം ഇപ്പോൾ കഴിഞ്ഞ ഉത്സവത്തോടുകൂടി പിന്നിട്ടിരിക്കുകയാണ്. ഇനി വരാൻ പോണത് 120ാമത് ഉത്സവമാണ്. അത് 2025 മാർച്ച് മാസം 3-ാം തീയതി കൊടിയേറി 10-ാം തീയതിയോട് ആറാട്ടോടുകൂടി അവസാനിക്കുന്ന ഒരു 8 ദിവസത്തെ ഉത്സവമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ക്ഷേത്രം നാൾക്കുനാൾ വലിയ വലിയ പുരോഗതിയിലാണ്. ഉത്സവമൊക്കെ വളരെ അതായത് കോട്ടയം ജില്ല ഒഴിച്ച് അടുത്ത ജില്ലകളിൽ നിന്ന് വരെ ആളുകളെത്തി ഉത്സവം കാണുന്ന ഒരു സ്ഥിതിയാണ് ഇന്നിവിടെ കുമരകത്തുള്ളത്. ക്ഷേത്രത്തിൽ ഗുരുദേവ എന്നാൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ഇന്ന് രാവിലെ 4:30 നട തുറക്കുകയും പ്രഭാത പൂജകൾക്ക് ശേഷം രാവിലെ തന്നെ 4 പൂജകളോടുകൂടി 10:30 പൂജയോടുകൂടി നടയടയ്ക്കുകയും അതിനുശേഷം വൈകുന്നേരം 4:30 നട തുറന്ന് 6:45 ദീപാരാധനയ്ക്ക് ശേഷം 8 മണിക്കത്തെ ലാസ്റ്റ് പൂജയോടുകൂടി നടയടയ്ക്കുകയാണ്. അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും ചടങ്ങുകളും. ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഷഷ്ഠി പൂജയും അതോടൊപ്പം തന്നെ ചതയപൂജയും കൃത്യമായി നടന്നു വരുന്നു. അത് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ചടങ്ങ് എല്ലാ മാസവും നടത്തുന്നത്. ഓരോ ഭക്തരും അവരുടെ ആഗ്രഹങ്ങളല്ലേ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിയാൽ അത് ഈ വഴിപാടുകളിലൂടെ നടപ്പാക്കി കിട്ടുന്ന ഒരു അല്ലെ അവരുടെ വിശ്വാസം അവർക്കത് സാധിക്കും, ഭഗവാൻ അത് കഴിഞ്ഞ് അനുഗ്രഹിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി ചടങ്ങുകൾ നമുക്ക് ഉണ്ട്. ഈ വാവുബലി, കർക്കിടക മാസത്തിലെ വാവുബലി ഭയങ്കര പ്രസിദ്ധമാണ്. 4500-5000 ആളുകൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ബലിതർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി വളരെ പ്രധാനമായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കന്ദഷഷ്ഠി കഴിഞ്ഞതേ ഉള്ളൂ. 7-ാം തീയതി ഈ മാസം 7-ാം തീയതി ആയിരുന്നു സ്കന്ദഷഷ്ഠി നടന്ന. അത്ഭുതപൂർവമായ ജനത്തിരക്ക് ആയിരുന്നു ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു ജനത്തിരക്ക്. 4500 ഭക്തജനങ്ങളോളം പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാൾക്കുനാൾ ഓരോ പരിപാടികളും ഓരോ വിശേഷ പരിപാടികളും ക്ഷേത്രത്തിൽ ജനപങ്കാളിത്തം അല്ലെ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നൊരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ ക്ഷേത്രമാണ് അടിസ്ഥാനമായിട്ടുള്ളതെങ്കിലും മറ്റ് 1903 ഗുരുദേവൻ വന്ന സമയത്ത് ഗുരുദേവൻ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഗുരുദേവൻ കേരളത്തിലെമ്പാടും ഒരുപാട് സ്കൂളുകൾ തറക്കല്ലിടുകയും സ്കൂളുകൾ തുടങ്ങുകയും ചെയ്ത ഗുരുദേവൻ കുമരകത്തും കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് അന്ന് അതിൻ്റെ കയറ് വലിച്ച് അതിൻ്റെ സ്ഥാനം കണ്ട് അങ്ങനെ ഒരു കുടിപ്പള്ളിക്കൂടം തുടക്കം കുറിച്ചതായിട്ട് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞുള്ള അറിവ് നമുക്കുണ്ട്. അതുപോലെ 1964 മഹാനായ ആർ ശങ്കർ ആണ് നമുക്ക് സ്കൂള് അനുവദിച്ചു തന്നത്. ഹൈസ്കൂൾ ആണ് ആദ്യമായി അനുവദിച്ചു തന്നത്. അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബഹുമാനപ്പെട്ട എൻ തങ്കപ്പൻ അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സ്കൂൾ നമുക്ക് കിട്ടിയത്. അതായത് ആർ ശങ്കർ ആ മന്ത്രിസഭ തന്നെ രാജിവെക്കുന്ന 2 ദിവസം മുമ്പ് ആണ് സ്കൂളുകൾക്ക് അംഗീകാരം തന്നത് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. എല്ലാ വർഷവും ആർ ശങ്കറിൻ്റെ അനുസ്മരണ ദിനം ഞങ്ങൾ കൊണ്ടാടാറുണ്ട്. ശ്രീകുമാരമംഗലം ദേവസ്വം ഭരണസമിതി അത് നവംബർ 7-ാം തീയതിയാണ്. ഈ വർഷവും വളരെ വിപുലമായി തന്നെ ആ ചടങ്ങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 7-ാം തീയതി സ്കൂളിൻ്റെ അങ്കണത്തിൽ ആർ ശങ്കർ മഹാനായ ശങ്കറിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട്. ആ പ്രതിമയ്ക്ക് പുഷ്പാർച്ചനയും ചടങ്ങുകളും ഒക്കെ നടത്തിക്കൊണ്ട് ആ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ ഈ 7-ാം തീയതി കൊണ്ടാടിയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. മറ്റ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വർഷമാണ് ഈ കഴിഞ്ഞ 2 വർഷം കടന്നു പോയിട്ടുള്ളത്. ദേശീയ തലത്തിലും അതുപോലെ തന്നെ നാഷണൽ അതുപോലെ നമ്മുടെ സംസ്ഥാന ജില്ലാ തലങ്ങളിലെല്ലാം സ്വർണ്ണ മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു വർഷമാണ് കടന്നു പോയത്. അതുപോലെ കഴിഞ്ഞ വർഷം കോട്ടയം സബ് ജില്ലാ തലത്തിൽ ഏറ്റവും നല്ല സ്കൂളിനുള്ള ബെസ്റ്റ് സ്കൂളിനുള്ള അവാർഡ് ശ്രീകുമാരമംഗലം ഹൈസ്കൂളിന് തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിൽ ഭരണം നടത്തുന്നത്. ക്ഷേത്ര കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ്. വിദ്യാഭ്യാസമുള്ളൊരു ജനത, വിദ്യാഭ്യാസമുള്ളൊരു നാട്, ഒരു കുമരകം, അതാണ് ഞങ്ങളുടെ സങ്കല്പം. അത് സാക്ഷാത്കരിക്കുന്നതിന് ഏത് തലം വരെ പോകാനും ഈ ഭരണസമിതി തയ്യാറാണ്. സ്കൂളുകളും
മറ്റ് സ്കൂളുകൾക്കൊക്കെ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് ആവശ്യപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ നാളിതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് ശ്രീകുമാരമംഗലം ദേവസ്വം ഭരിക്കുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ മുൻപാകെ അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വലിയൊരു ഓഡിറ്റോറിയം വേണമെന്നുള്ളൊരു ഞങ്ങളുടെ സങ്കല്പത്തിന് വേണ്ടി ഞങ്ങൾ ഏതാണ്ട് 2.5 കോടി രൂപ മുടക്കി ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മെയിൻ റോഡ് സൈഡിലൊരു പുരയിടം 60 സെൻറ്റോളം വരുന്ന 55 സെൻറ്റിനും 60 സെൻറ്റിനിടയ്ക്ക് 60 സെൻറ്റോളം വരുന്ന പുരയിടം ഇതിനോടകം വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ വേറെ 1-2 വസ്തു സമ്പാദനങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഗുണകരമായി വന്നിട്ടുള്ളത് ഞങ്ങളുടെ ശ്രീകുമാരമംഗലം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ബില്ലെന്ന് പറയുന്ന ഇതിനെ ഞങ്ങൾക്കിപ്പോൾ പേടിക്കേണ്ടതായിട്ടില്ല. ഏത് ഭരണസമിതി വന്നാലും അത് മുന്നോട്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഭരണസമിതി എടുത്തൊരു തീരുമാനമാണ്. അത് ഞങ്ങൾ 30 കിലോവാട്ട് സോളാർ ഇതിനോടകം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായി നമുക്ക് കറണ്ട് ബില്ലെന്നുള്ള ഒരു ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചില്ല. ഏതാണ്ട് 1.25 ലക്ഷം രൂപയോളം മാസം ഈ സ്ഥാപനങ്ങൾക്കെല്ലാം കൂടെ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് 0 ആയി മാറിയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത വർഷത്തെ ഉത്സവം ആണ് ഇനി ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്സവ പരിപാടി. അത് ഈ അടുത്ത വർഷം മാർച്ച് മാസം 3-ാം തീയതി കൊടിയേറുന്ന ആ ഉത്സവത്തിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏക തങ്കരഥമുള്ള നമ്മുടെ പഴനി ഒക്കെ ഉള്ള പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ തങ്കരഥം ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിലെ ഏക തങ്കരഥമുള്ളൊരു ക്ഷേത്രം ശ്രീകുമാരമംഗലം ക്ഷേത്രമാണെന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ തങ്കരഥ ഭഗവാനെ തങ്കരഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് വളരെ ശ്രേഷ്ഠമായ ചടങ്ങാണ്. അത് കാണുന്നതിനും അതിനെ ഒരു പ്രാർത്ഥന നടത്തുന്നതിനുമൊക്കെ ഭക്തജനങ്ങൾ തങ്കരഥ ഇറങ്ങുന്ന ദിവസങ്ങളിൽ വളരെ തിക്കും തിരക്കും കാട്ടാറുണ്ട്. അത് വലിയൊരു ചടങ്ങായി തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്നു. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തങ്കരഥം ഭഗവാനെ തങ്കരഥത്തിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. ക്ഷേത്രത്തിന് 3 വലം വെച്ച് കൊണ്ട് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ചടങ്ങാണത്. വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങായി തന്നെ ഞങ്ങൾ ആചരിച്ച് വരികയാണ്. ആ തങ്കരഥം കാണുവാൻ തന്നെ കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ സന്ദർശിക്കാറുണ്ട്. അവർ എവിടെയെങ്കിലും മറ്റേ മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര സന്ദർശനം നടത്തുന്ന കൂടെ ഇവിടെ വന്ന് ഒട്ടനവധി വാഹനങ്ങളിൽ വന്ന് അവർ ദർശനം നടത്തി തങ്കരഥമൊക്കെ ഞങ്ങൾ തുറന്ന് കാണിക്കുകയും അല്ലെങ്കിൽ വൈകുന്നേരം ആണ് തങ്കരഥം ഇറങ്ങാറുള്ളത്. അങ്ങനെ ഉണ്ട്. മറ്റ് ഭക്തജനങ്ങളെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഏത് ദിവസം വേണമെങ്കിലും തങ്കരഥം ഭഗവാനെ എഴുന്നള്ളിക്കുന്നതിന് അനുവാദം കൊടുക്കാറുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളായി ക്ഷേത്രത്തിൽ 2 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഭരണസമിതി പൂജാതി കാര്യങ്ങളിൽ വഴിപാട് കാര്യങ്ങളിൽ ഒരു പൈസ കൂടെ വർധനവ് പോലും ഇതുവരെ നടത്താതെയാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുതാര്യമായി തന്നെ വളരെ ഉത്തരവാദിത്തോടു കൂടി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഈ ക്ഷേത്ര കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും 1 വർഷക്കാലം ഈ ഭരണസമിതിക്ക് ഇവിടെ കാലാവധിയുണ്ട്. ആ കാലാവധിയിൽ ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിന് ക്ഷേത്രത്തിനും സ്കൂളിനും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കെല്ലാം നല്ല പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരു ബാങ്ക് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. SKM ബാങ്കേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഭക്തജനങ്ങൾക്ക് മറ്റ് കുറഞ്ഞ നിരക്കിലുള്ള ഗോൾഡ് ലോൺ സംവിധാനങ്ങളും അതുപോലെ ചെറിയ ലോണുകളും ഒക്കെ കൊടുത്തുകൊണ്ട് സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുമരകത്തെ ജനങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലോട്ടുള്ള ഒരു ബാങ്ക് കൂടി ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് മറ്റ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ അതീവ ജാഗ്രതയും ശ്രദ്ധയും പ്രസ്ഥാനത്തെപ്പറ്റി ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാന്യം മുനിഭിരമാന്യം മഞ്ജുജടാസർപ്പം ജിതകന്ദർപ്പം ആകൽപാമൃതതരളതരംഗമനാസംഗം സകലാസംഗം ഭാസാഹൃധരിതഭാസ്വന്തം ഭവികസ്വാന്തം
द्युतिमेकमनेकमनासङ्गं सकलासङ्गं दानविनिर्जितनिर्जरदारुमहावीरुं तिमिराभीरुं कालाकालमकालं प्रणमत देवेशं गृहमावेशम्. പ്രിയപ്പെട്ടവരെ, കോട്ടയം ജില്ലയിൽ ശ്രീനാരായണ പരമസദ്ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ക്ഷേത്ര ശബരിയിൽ ആദ്യത്തേതാണ് കുമരകം ശ്രീകുമാരമംഗലം. അതുമാത്രമല്ല, പ്രൗഢഗംഭീരമായ സ്കൂളുകളും അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നിറഞ്ഞിരിക്കുന്ന ഈ പ്രൗഢക്ഷേത്രം കാണേണ്ടത് ഗുരുഭക്തരായ നാം ഓരോരുത്തരുടെയും ഒരു ധർമ്മമാണ്. നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രവിധാനത്തിൽ വരണം, ഈ ക്ഷേത്രം കാണണം, ഇവിടെയുള്ള സ്ഥാപനങ്ങൾ കാണണം, കുമരകത്തുള്ള ഭക്തന്മാരെ നിങ്ങൾ കാണണം, മൃത്യുഞ്ജയ തന്ത്രിയുടെ സമാധിപീഠം നിങ്ങൾ കാണണം. ഇതിനെല്ലാം വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും ഗുരുപദം TV വേണ്ടി ഈ കുമരകം ശ്രീകുമാരമംഗലത്തിൻ്റെ ഈ ക്ഷേത്രഭൂമിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രകൃതി മനോഹരമായ ഒരു ദൃശ്യമാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ, സ്കൂളിൻ്റെ മുൻപിൽ മനോഹരമായ പുഴ ഒഴുകുന്ന ധാരാളം ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണുവാനാകുന്ന ഒരു ടൂറിസ്റ്റ് വില്ലേജിൻ്റെ എല്ലാ സൗന്ദര്യവുമുള്ള കുമരകത്തിൻ്റെ ഈ മണ്ണിലേക്ക് നിങ്ങൾ എത്തണം. കുമരകത്ത് വരുവാനായി ഒരുപാട് മാർഗങ്ങളുണ്ട്. കോട്ടയത്ത് നിന്നും വരുന്ന ആളുകൾ ചേർത്തല വൈക്കം ഭാഗത്തു കൂടി പോകുന്ന ഏത് ബസ്സിലും കുമരകം വഴി ചേർത്തലയ്ക്ക് പോകുന്നതോ വൈക്കത്ത് പോകുന്നതോ ആയ ബസ്സിൽ കയറിയാൽ കുമരകം ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയാൽ ക്ഷേത്രം നേരെ വിസിബിളാണ്, കാണാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. വൈക്കത്ത് നിന്നും വരുന്ന ആളുകളാണെങ്കിലും ആലപ്പുഴയിൽ നിന്നും വരുന്ന ആളുകളാണെങ്കിലും നേരെ തണ്ണീർമുക്ക് ബണ്ട് റോഡിൽ വന്നിട്ട് അവിടെ നിന്നും ഈ കുമരകത്തേക്ക് വന്ന് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ആലപ്പുഴയുള്ളവർക്ക് വേണമെങ്കിൽ മുഹമ്മയിൽ നിന്നും ബോട്ട് കടന്നും ഇവിടേക്ക് വരാവുന്നതാണ്. ഇനി ഏറ്റുമാനൂർ ഭാഗത്തുള്ളവർക്ക് കല്ലറ ഇടയാഴം വഴിയും കുമരകത്തേക്ക് വരുവാൻ സൗകര്യമുണ്ട്. അങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താം. മഹാഗുരുവിൻ്റെ ക്ഷേത്ര ശബരിയിൽ അതിപ്രഗത്ഭമായ പ്രൗഢഗംഭീരമായ ഈ ക്ഷേത്രം കാണുവാനും ഇവിടുത്തെ കാഴ്ചകൾ കാണുവാനും നിങ്ങളെ ഓരോരുത്തരെയും കുമരകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു ദൃശ്യ വഴിപാട് നിങ്ങൾക്ക് വേണ്ടി മഹാഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി, നന്ദി, നമസ്കാരം. നിത്യം നിയമിഹൃദിസ്ഥം സത്യമനാകാരം ഭുവനാകാരം ബന്ധുകാരുണലളിത ശരീരമുരോഹാരം മഹിമാഹാരം